ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ലോങ് വീഡിയോ എടുക്കാമെന്ന് കേട്ടോ. ഇന്നാണെങ്കിൽ ഇപ്പോൾ ഞാൻ നൈഹുവിനെ കൊണ്ടുവിട്ടിട്ട് വന്നിപ്പോൾ കയറിയുള്ളൂ കേട്ടോ. കഴിച്ചിട്ടാണ് പോയത്. അല്ലെങ്കിൽ ഞാൻ നൈഹുവിനെ കൊണ്ടുവിട്ട് വന്ന് കഴിഞ്ഞിട്ടാട്ടോ കഴിക്കലൊക്കെ. നല്ല വിശപ്പുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ വേഗം കഴിച്ചു. പിന്നെ നൈനുവിനെ ഞാൻ രാവിലെ നേരത്തെ പറഞ്ഞു വിട്ടും. ഇനിയിപ്പോൾ ഇവിടെ ചോറ് വെക്കണം, കറി വെക്കണം, ഇതൊക്കെ നടക്കുകയാണ്. ഒന്ന് വൃത്തിയാക്കണം. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കാണുന്ന കേട്ടോ. നാട്ടിൽ നിന്ന് കാണുന്ന മറ്റേ എന്തായാലും പറയുക സ്നേക്ക് പ്ലാന്റ്. ഇന്നലെയാണ് ഞാൻ നട്ട് വെച്ചത്. ഇതൊക്കെ പോയി തണുപ്പ് വന്നിട്ട് നമ്മുടെ പനിക്കൂർക്കില്ലേ, അതാ തുളസി ഉണ്ടോ. തുളസി തണുപ്പത്തൊക്കെ ഇങ്ങനെ പോകും. തുളസി ഇങ്ങനെയായി. പക്ഷെ ഇപ്പോൾ നമ്മുടെ എന്താ പറയുക മിൻറ്റില്ലേ, അതിങ്ങനെ നന്നായിട്ട് വളർന്നു വരുന്നുണ്ട്. കണ്ടോ, നല്ല രസമല്ലേ. അയ്യോ അത് കാടാട്ടോ. നമ്മുടെ കറിവേപ്പില, പക്ഷെ കറിവേപ്പില അങ്ങോട്ട് വളരണില്ല കേട്ടോ. പിന്നെ മല്ലിയില. ഇത് ഞാൻ മല്ലിയില നമ്മൾ കടയിൽ നിന്ന് മേടിച്ചപ്പോൾ അതിൽ കുറച്ച് വേരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നട്ട് വെച്ചതാണ്. പക്ഷെ നല്ല പിടിച്ചു. പക്ഷെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം. ഇതുവരെ എടുത്തിട്ടില്ലേ ഞാൻ. ഈ ഞാനൊക്കെ സ്റ്റോറിയൊക്കെ ഇടുന്ന ഒരു പൂവില്ലേ, അതാ പോയി. വിൻ്റർ സീസണിൽ ഉണ്ടാവും അത്. കുറച്ച് കൂടുതൽ നാൾ നിൽക്കും. പിന്നെ നമ്മുടെ മുളക്, ഇത് നമ്മുടെ അലോവേര. കുറച്ച് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്താണ് പനിക്കൂർക്ക, പിടിക്കുക അറിയില്ല. ഇനി ഇവിടെ എന്തെങ്കിലും എനിക്ക് നടണം. ഈ മിഡിൽ ബാൽക്കണി കിട്ടിയോണ്ട് നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ കുറച്ച് നേരം വൈകുന്നേരം രാവിലെ ഉച്ചക്കൊക്കെ അവിടെ പോയി നിന്നിട്ട് ഭക്ഷണം കഴിക്കാം. പിന്നെ അവിടെ കുറച്ചിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചീരത്തൈയൊക്കെ നടണമെന്നുണ്ട്. നടണം ഒരു ദിവസം. അങ്ങനെ നല്ല രസം അവിടെ പോയിരിക്കും. പക്ഷെ ഏറ്റവും മേലത്തെ ആയിരിക്കുമ്പോൾ അധികം സ്ഥലമില്ല, കുഞ്ഞ ബാൽക്കണി അങ്ങനെയൊക്കെ ആയിരുന്നു. ഇതിൽ നമുക്ക് സെയിം തന്നെയാണ് ക്വാർട്ടർ, പക്ഷേ എല്ലാം സെയിം തന്നെയാണ്. പക്ഷേ മിഡിലാവുമ്പോൾ ബാൽക്കണി കുറച്ച് വലുതാണെന്നുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ രാവിലെ ഞാനിപ്പോഴും നൈഹുവിനെ കൊണ്ടുപോയിട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കും കേട്ടോ. വലിയ കാര്യമായിട്ട് ചെടിയൊന്നുമില്ല, കുറച്ച് സാധനങ്ങൾ, കുറച്ച് ചെടികളുള്ളൂ കേട്ടോ. ഇതൊക്കെ നമ്മുടെ പഴയ ക്വാർട്ടറിലുണ്ടായിരുന്ന കേട്ടോ. ഞാൻ പുതിയ ക്വാർട്ടറിലേക്ക് മാറിയെന്ന് വിചാരിച്ച് നിങ്ങൾ വിചാരിക്കും പുതിയ ക്വാർട്ടറാണ്, കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കരുത്. സെയിം അതേ ക്വാർട്ടർ തന്നെയാണ് കേട്ടോ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് നടന്ന മണി പ്ലാന്റ് ഉണ്ടായിരുന്നു, അത് ഞാൻ ഒരു സൈഡിൽ വെച്ച് കൊടുത്തു. ഇതൊന്നും വിരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ല. രാവിലെ എണീക്കുമ്പോൾ ചെയ്യണം എന്നൊക്കെയാണ് പറയാറ്. പക്ഷെ രാവിലെ എനിക്കുള്ള സമയമില്ലാതെ നമുക്ക് ഇപ്പോൾ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. ഇങ്ങനെ ഒത്തിരി ഇറക്കണം, അടിപൊളിയല്ലേ. പിന്നെ കുറേ തുണി ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിത് തലേ ദിവസം രാത്രിയിൽ വെള്ളം വരുമ്പോൾ അലക്കിയിടും, വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് അലക്കും കേട്ടോ. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് വിരിച്ചിടുക. അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചിട്ടു കേട്ടോ. കുറേ ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു, 2-3 പിന്നെ അവിടെ പോയി ഇങ്ങനെ വിരിച്ചിടും. കുറച്ച് വെയിലുണ്ട് അവിടെ, അതുകൊണ്ട് അവിടെ നിൽക്കാൻ നല്ല രസമാണ്. പിന്നെ ഇപ്പോൾ തണുപ്പൊക്കെ ഇവിടെ കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. തണുപ്പ് അങ്ങനെ ഇല്ല. ലീവ് കഴിഞ്ഞ് വന്ന ടൈമിൽ ഭയങ്കര തണുപ്പായിരുന്നു. എനിക്ക് തണുത്തിട്ട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഇനി എനിക്ക് തോന്നുന്നു ഏപ്രിൽ തൊട്ടിട്ടാവും നല്ല ചൂട് വരുന്നത്. ചൂട് കാലത്ത് ചുട്ട് ചാവും, തണുപ്പ് കാലത്താണെങ്കിൽ തണുത്ത് ചാവും. എനിക്ക് തണുപ്പിനെയൊക്കെ കുറച്ച് ഇഷ്ടം ചൂട് തന്നെയാണ് കേട്ടോ. കറണ്ടില്ലാത്തത് ഇത് ഞാനാണെങ്കിൽ ഡ്രൈ ആക്കി ഇടാൻ മറന്നു പോയി. റേഷൻ്റെ കുടിച്ചു ഇവിടെ ആണെങ്കിൽ 2 ദിവസമായിട്ട് രാവിലെ കറണ്ട് പോയി കഴിഞ്ഞാൽ പാതിരാത്രി ആവും വരാം. പാതിരാത്രി ആകുമ്പോൾ ഒരു 7 മണി കേട്ടോ, 6:30 അല്ലെങ്കിൽ 7 മണി ആവും വരാൻ വേണ്ടിയിട്ട് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് അരി എടുപ്പത്തിടാം കേട്ടോ. കാരണം നല്ല വേവുള്ള അരിയാണ്, വേവാൻ കുറച്ച് പാടാണ്. നേരം 10:30. പിന്നെ എന്ത് കറി വയ്ക്കുന്നത് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ആയതുകൊണ്ട് നമുക്കൊന്ന് സബ്ജി കിട്ടും കേട്ടോ. സബ്ജി വന്നിട്ടുണ്ടാവും രാവിലെ. സബ്ജിക്ക് കുറേ ഫ്രൂട്ട്സൊക്കെ കിട്ടും.
സബ്ജി എന്ന് പറയുമ്പോൾ പൊട്ടറ്റോ, സവാള എന്തായാലും ഉണ്ടാവും എപ്പോഴും. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് ക്യാരറ്റ് ഉണ്ട്, പിന്നെ എന്താ അതന്നെ ഉള്ളൂ, വെജിറ്റബിൾസിൽ വരുന്നുള്ളൂ. പിന്നെ ഫ്രൂട്ട്സിൽ നമുക്ക് അയ്യോ ചീഞ്ഞൊരു ഓറഞ്ച് ഉണ്ട്, ചീഞ്ഞതാ നമ്മൾ കളയാം. ഒരു ഓറഞ്ച് ഉണ്ട്, പഴമുണ്ട്, പിന്നെ കോളിഫ്ലവർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കോളിഫ്ലവർ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് അതേപോലെ ഫ്രിഡ്ജിൽ ഇരിക്കില്ല. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല. ഇതൊക്കെ എന്തൊക്കെ കേട് വന്ന ക്യാരറ്റൊക്കെ തന്നേക്കണേ, നോക്കി തന്നൂടെ. അത് നമുക്ക് പാല് ഡെയിലി കിട്ടണതാണ് കേട്ടോ. 1 ലിറ്റർ വേണമെങ്കിൽ 1 ലിറ്റർ മേടിക്കാം, അല്ലെങ്കിൽ ഹാഫ് ലിറ്ററിൻ്റെ ഉണ്ട്. അത് മേടിക്കുകയാണെങ്കിൽ നമുക്ക് ആഴ്ചയിൽ 14 മുട്ടയും വേണ്ടി വരും കേട്ടോ. ഞങ്ങൾ ആദ്യം അങ്ങനെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് പാല് തികയാതെ വന്നുകൊണ്ട് നമ്മളത് ക്യാൻസൽ ചെയ്തു, 1 ലിറ്റർ പാലാക്കി. ഇതൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇത് നമ്മൾ കാശ് കൊടുത്ത് വെച്ച് ഓറഞ്ച് കേട്ടോ. ഓറഞ്ചിന് ഇപ്പോൾ ആദ്യം കിലോ 50 രൂപയായിരുന്നു, ഇപ്പോൾ 1.5 കിലോ 100 രൂപയായി. എന്താണ് അവൻ, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്, പുളിയൊന്നുമില്ല ഓറഞ്ച്. നമുക്ക് സെറ്റായി. ആദ്യം തന്നെ അരി ഇടാമെന്ന് വിചാരിച്ചു, കാരണം ഭയങ്കര വേവാണ് കേട്ടോ ഈ അരിക്ക്. വേവണേ ഇല്ല, അതെന്താ അറിയില്ല. കുറച്ച് നേരം കുതിർത്ത് വെച്ചാൽ മതിയായിരിക്കുമല്ലേ പെട്ടെന്നാവുമെന്ന് തോന്നുന്നത്, പക്ഷെ കുതിർക്കാനുള്ളൊന്നും സമയമില്ല. നല്ല വേവുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ നേരം തിളപ്പിച്ചിട്ട് റൈസ് കുക്കറിൽ ഇറക്കി വയ്ക്കും കേട്ടോ. എന്നാലും വലിയ കാര്യമായിട്ട് വേവില്ല. മത്തങ്ങയും പയറും വെച്ചാൽ തേങ്ങ അരക്കണ്ടേ? മത്തങ്ങയും പയറും ക്യാൻസൽ. എന്ത് വയ്ക്കും? പൊട്ടറ്റോ വെച്ചാലോ? കൂക്കിയുണ്ട്, നാട്ടിൽ നിന്ന് ഉറങ്ങാം, കുറെ കേട് വരാറായി എനിക്ക് തോന്നുന്നു. കൂക്ക് വയ്ക്കുകയാണെങ്കിൽ സമയം നല്ല നേരം വേക്കും. പിന്നെ എന്ത് വെക്കുക? എനിക്ക് പ്രാവ് വേണം. ഒരു പണി ചെയ്യാം, ചെറുപയർ ഉപ്പേരി വെക്കാം. ഓക്കെ, ചെറുപയർ ഉപ്പേരിയും സാമ്പാർ വെച്ചാലോ? നമുക്ക് സാമ്പാർ ഞാൻ പറയുന്നത് ചെറുപയറും സാമ്പാറും നന്നായിട്ടുണ്ടാവില്ലേ? കുഴപ്പമില്ല. ഒരു മാന്തളം കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായില്ലേ? മാന്തളം വേണമെങ്കിൽ. ഓക്കെ, മത്തങ്ങ അങ്ങോട്ട് മാറിയിരിക്കുക. ചെറുപയർ കുറച്ച് നേരം നമുക്ക് വെള്ളത്തിലിട്ടേക്കാം. ഞാൻ വെള്ളത്തിലൊന്നും ഇടാറില്ല ശരിക്കും. കുറേ പേരൊക്കെ വെള്ളത്തിലിട്ട് വെക്കണ കാണാറുണ്ട്, ഞാൻ ഇടാറില്ല. ഓക്കെ, ഇപ്പം നല്ല വെളിച്ചുണ്ടല്ലേ? കറണ്ടില്ല. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് സാമ്പാറിനുള്ള കഷ്ണങ്ങൾ അരിയാം. കഷ്ണം എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല. ക്യാരറ്റ്, തക്കാളി, എന്തൊക്കെ ഉണ്ട് നോക്കട്ടെ, എന്തൊക്കെ വെക്കാൻ പറ്റും. പിന്നെ പൊട്ടറ്റോ. കുറേ ഇവിടെ വന്നിട്ട് സാമ്പാറിന് വെച്ചിട്ടില്ല, വെക്കാം. ഓക്കെ, നമുക്ക്
വലിയ മാന്തളാട്ടോ നാട്ടിൽ നിന്ന് ഉണർന്നു. ഇതുവരെ കേട് വരുമ്പോൾ ഒരുമാതിരി വഴുവഴുപ്പൊന്നും വന്നിട്ടില്ല. നല്ല ഫ്രഷ് ആയിരിക്കണം പോലെയുണ്ട്. എനിക്ക് തോന്നുന്ന തണുപ്പായതുകൊണ്ടാണ് തോന്നുന്നു. വീട്ടിലായിട്ട് നാട്ടിൽ നിന്ന് വരുമ്പോൾ ട്രെയിനിൽ സ്മെല്ലൊന്നും എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ കറിവേപ്പിലൊക്കെ ഇട്ട് പൊതിഞ്ഞിട്ടാട്ടോ ഓടുന്നത്. നല്ല വലിയ മാന്തളാണ് കണ്ടോ. കുളിയൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ രാവിലെ തന്നെ നേരത്തെ കുളിച്ചു. കാരണം ഞാൻ രാവിലെ എണീച്ചപ്പോൾ തന്നെ ഹീറ്റർ ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് കറണ്ട് പോയത് കേട്ടോ. പിന്നെ നമ്മൾ നൈഗൂനെ കൊണ്ടുവരാറായി. നൈഗൂന് ഞാൻ ഇവിടുന്ന് 1:20 ഇറങ്ങും കേട്ടോ. 1:30ക്കാണ് വിടുക ക്ലാസ്. അപ്പോൾ വേഗം അടിച്ച് വാരിയിട്ടൊക്കെ പോകട്ടെ. തുടക്കലൊക്കെ വല്ലപ്പോഴും ഉള്ളൂ കേട്ടോ. എന്നാൽ തണുപ്പായതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ തുടക്കലുള്ളൂ. നല്ല ചെടിയാവണമെങ്കിൽ മാത്രം തുടക്കുള്ളൂ കേട്ടോ. അങ്ങനെ അടിച്ച് വാരലൊക്കെ കഴിഞ്ഞു. കുറച്ചും കൂടി പണിയുണ്ട് അടുക്കളയിൽ. ഇനി നമുക്ക് സാമ്പാറിനുള്ള പരിപ്പ് വയ്ക്കാം കേട്ടോ. നമുക്ക് പയറ് തേങ്ങ ഒതുക്കി വെക്കണ നല്ല കേട്ടോ. ഈ ചെറുപയർ ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു ദിവസം വെച്ചപ്പോൾ അടിപൊളിയുണ്ട്. നമുക്കപ്പോൾ ചെറുപയർ വെക്കാം. കുറച്ച് ചെറിയുള്ളിയൊക്കെ ഇടാം അല്ലേ. കാണുന്നുണ്ടോ? കുറച്ച് തട്ടി വയ്ക്കാം. കുളിച്ച പനി ഇതിൻ്റെ മണം പോയില്ല. അതാണ് പ്രശ്നം. അങ്ങനെ 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 നോക്കിയിട്ട് അത് നിറച്ചാൽ മതി. കത്രികയൊക്കെ മീൻ നന്നാക്കുന്ന കത്രിക കണ്ടുപിടിച്ചാൽ സമ്മതിക്കണം കേട്ടോ. അതുകൊണ്ട് ഞാൻ മീൻ നന്നാക്കുന്നുണ്ട്. അങ്ങനെ എനിക്ക് അറിയില്ല മീൻ അറിയാൻ. നമ്മൾ നാട്ടിൽ നിന്ന് വളർന്ന വെളിച്ചെണ്ണയിലാണ് കാച്ചിത് എടുത്തിട്ട് വന്നിട്ട് മട്ടാത് ശരിയല്ല. അങ്ങനെ നമ്മുടെ സാമ്പാർ റെഡി. ഇനി ഒരു പപ്പടം കാച്ചാം. ഇത് നാട്ടിൽ നിന്ന് വളർന്ന പാവയ്ക്ക കൊണ്ടാട്ടും മുളക് കൊണ്ടാട്ടും കൂടി ഉണ്ടാക്കിയ ഇന്നത്തെ ലഞ്ച് റെഡി. പാവയ്ക്ക കൊണ്ടാട്ടം മുളക്. പണിയൊക്കെ കഴിഞ്ഞു. ഇങ്ങനെ അതുപോലെ കൊണ്ടുവരാൻ പോകട്ടോ. ഇതെൻ്റെ 20 രൂപയുടെ ഡ്രസ്സാണ്. മേടിച്ചത് അടുത്ത സൺഡേ മാർക്കറ്റിൽ നിന്ന് മേടിച്ചായിട്ട് നല്ല ഭയങ്കര ഇഷ്ടപ്പെട്ടു. വേറെ ഉണ്ട് കുറേ ഡ്രസ്സ് 20 രൂപയുടെ 50 രൂപയുടെ. ഇത് 20 രൂപയെന്ന് പറയുമോ? നല്ല ഭംഗിയില്ലേ കാണാൻ. ഞാൻ 20 രൂപയുടെ അല്ല 50 രൂപയുടെ ഡ്രസ്സ് കാണിച്ചാൽ കേട്ടോ. 20 രൂപയുടെ ഇപ്പം എടുത്തിട്ട് വരാം. ഇതൊക്കെ നമ്മുടെ 50 രൂപ. ഇതിന് 50 രൂപ. നല്ല ഭംഗിയിട്ട് ഇതുണ്ടോ? അടിപൊളിയായിട്ടില്ല. ഇത് 50 രൂപ കേട്ടോ. ഇതൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് കണ്ടോ? സ്ലീവ്ലെസ് ഒക്കെ ഇടുമ്പോൾ നമുക്ക് ഇടാം. ഇതായത് ഫുൾ കൈ കേട്ടോ. ഇതിന് 50 രൂപ. പിന്നെ പറയുമ്പോൾ ഇത് കണ്ടോ? ഇത് ഇങ്ങനെ ജാക്കറ്റ് ഇങ്ങനെ ഒരു മേലക്കുള്ള തണുപ്പത്തിടാം. ഇത് പശ ഒട്ടിയിരുന്നിട്ട് പോവില്ല, പറിച്ച് കളയണം. ഇതിന് 20 രൂപ. നല്ലതാട്ടോ. പിന്നെ ഒരെണ്ണം. പിന്നെ ഇത് 20 രൂപ. പിന്നെ വേറെ ഉണ്ട് നനച്ചിട്ടൊക്കെ. ഇത് കണ്ടോ? ഇതിന് 20 രൂപ.
ഇതിന് 20 രൂപ. എന്താ വിൻ്ററായിട്ട് അവർ എല്ലാം വില കുറച്ച് വെക്കുക. ഞാൻ 20 രൂപ എന്ന് പറഞ്ഞിട്ട് വെക്കണ്. അപ്പോൾ ഉമേഷിനോട് ചോദിക്കാൻ പോയപ്പോൾ 20 രൂപ പറഞ്ഞു. ഉമേഷിട്ട് 20 200 നിങ്ങൾ ചോദിച്ചു നോക്കുക പറഞ്ഞു. നോക്കുമ്പോൾ 20 രൂപയാണ്. അപ്പോൾ ശരി, നൈവനെ കൊണ്ടുവരാൻ പോയിട്ട് വരാം. അങ്ങനെ പണിയൊക്കെ തീർത്ത് വെച്ചിട്ടാട്ടോ നൈഹുവിനെ വിളിക്കാൻ പോവാം. അങ്ങനെ അവിടെ എത്തി. നല്ല വെയിലൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ നല്ല ചൂടൊന്നുമില്ല, തണുപ്പായതുകൊണ്ട്. അങ്ങനെ തിരിച്ച് വന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി. ചെറുപയർ ഉപ്പേരി വെച്ചതും, പിന്നെ സാമ്പാർ, പപ്പടം, നമ്മുടെ ഉണക്കമാന്തൾ വറുത്തത്, പിന്നെ മുളക് വറുത്തത്, പാവയ്ക്ക കൊണ്ടാട്ടം. ആഹാ, ഇന്നത്തെ ചോറ്, ഇന്നത്തെ ലഞ്ച് കുശാലാണ് കേട്ടോ. ഇത് തല തിരിഞ്ഞു പോയി. ചോറുണ്ണലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നൈഹുവിനെ കുറച്ച് ഈസിയായിട്ട് പഠിപ്പിക്കായിരുന്നു കേട്ടോ. കാരണം അവൾക്ക് ഇപ്പോൾ എക്സാം തുടങ്ങാറായി. മാർച്ച് 9 തൊട്ടിട്ട് എക്സാമാണ്. ഞാൻ ഇത്രയും കാലം അവളെ ഞാനിങ്ങനെ അധികം ഇങ്ങനെ പഠിപ്പിക്കലില്ലായിരുന്നു കേട്ടോ. ഇങ്ങനെ ചെറിയ നഴ്സറി അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ വിടുമായിരുന്നു. പക്ഷേ കുറേ ഉണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നത് നൈഹുന്ന് ഇവളുടെ ഈ പ്രായത്തിൽ പഠിക്കാൻ തന്നെ പോയിട്ടില്ല. നമ്മുടെ നാട്ടിലത്തെ നഴ്സറി സ്കൂളിലാണ് അവൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നഴ്സറി എന്ന് പറയുമ്പോൾ അവിടെ കുഞ്ഞു പാട്ടൊക്കെ പാടിയിട്ടിരിക്കുക, അത്രേനേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഇവളിപ്പോൾ നല്ലോണം പഠിക്കുന്നുണ്ട്, ഇഷ്ടം പോലെ പഠിക്കാണ്ട്. LKG UKG എങ്ങനെയാണോ അതേപോലത്തെ എല്ലാം ഉണ്ട് നഴ്സറിയിൽ പഠിക്കാം കേട്ടോ. ഞാൻ അന്തങ്ങോട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ നമ്മൾ വൈകുന്നേരമൊക്കെ ആയി. നൈഹുവിനെയൊക്കെ കുളിപ്പിച്ചു കേട്ടോ. നൈഹുവിന് രാവിലെ ഒന്നും മുമ്പ് കുളിക്കാറില്ല. പിന്നെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞു വൈകുന്നേരം ആയപ്പോൾ. പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ചെറിയുള്ളി ഇരിക്കണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഇതുവരെ തൊലിയൊന്നും കളഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുഞ്ഞു കുറച്ചിശായിട്ട് ഇങ്ങനെ ചെയ്യണ പോലെ തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ ബാൽക്കണിയിൽ പോയിരുന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കഴിഞ്ഞ ലീവിന് പോയപ്പോൾ കൊണ്ടുവന്നത് ആ ചെറിയ ഉള്ളിയില്ലേ 2-3 മാസം ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, തൊലിയൊക്കെ കളഞ്ഞുകൊണ്ട്. പിന്നെ നമ്മളവിടെ കൃഷി ചെയ്യാമെന്ന് വിചാരിച്ചു. അവിടെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചീരത്തൈ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ചീര വിത്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ചീരയുടെ വിത്തിൻ്റെ കൂടെ കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് മണ്ണൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ അഞ്ചു ഇരിക്കുന്നുണ്ട്. അഞ്ചിനോട് ഞാൻ എങ്ങനെ ചോദിക്കായിരുന്നു. അവളൊക്കെ നന്നായിട്ട് ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്യും, അവൾക്ക് നല്ല ഇതിനെക്കുറിച്ച് വിവരം ബോധമൊക്കെ ഉണ്ട്. എനിക്കതൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ അവളോട് ചോദിക്കുമായിരുന്നു എങ്ങനെയാണെന്നൊക്കെ കേട്ടോ. അങ്ങനെ ചീരത്തൈ നട്ടുണ്ടെങ്കിൽ എൻ്റെ കുത്തം പിടിച്ച പിള്ളേരത് പറിച്ച് കളയുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ആ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് ചെടിയിലും വലിയ കാര്യമായിട്ട് ചെടിയൊന്നുമില്ല കേട്ടോ. എനിക്കിങ്ങനെ നടണമെന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ പയറൊക്കെ കൃഷി ചെയ്യണമെന്നുണ്ട് കേട്ടോ. പറ്റുമോയെന്ന് അറിയില്ല, കാരണം താഴെ പോയിട്ട് മണ്ണെടുക്കണ്ടേ. ഈ മേശാണെങ്കിൽ എടുത്ത് തരുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് കയ്യും കാലൊക്കെ കഴുകി വിളക്ക് വെച്ചു കേട്ടോ. കറണ്ട് ഇതുവരെ വന്നിട്ടില്ല, അതുകൊണ്ട് ഞങ്ങളൊന്ന് നടക്കാൻ പോയിട്ടോ. നടക്കാൻ പോയിട്ട് ഒരു 8:30 ആയപ്പോഴാണ് കയറി വന്ന്. അങ്ങനെ നമ്മൾ വന്ന് കുറേ പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു. അങ്ങനെ പാത്രമൊക്കെ കഴുകി വെച്ചു. പിന്നെ ചോറൊക്കെ ഉണ്ട്. ഇന്ന് ഉച്ചക്കത്തെ ചോറ് തന്നെയാണ് കേട്ടോ ഉണ്ടാവുക. പിന്നെ നമ്മൾ എല്ലാ പണിയും കഴിഞ്ഞിട്ട് പോയി കിടക്കുക. എനിക്ക് അടുക്കള ഇങ്ങനെ വൃത്തിയായി നല്ല നീറ്റായിട്ട് നിൽക്കണം, എന്നാലാണ് രാവിലെ എണീച്ച് വരുമ്പോൾ നമുക്ക് പണിയാൻ തോന്നുള്ളൂ കേട്ടോ. എനിക്കങ്ങനെയാണ്, അതുകൊണ്ട് എല്ലാം വൃത്തിയാക്കി വെച്ചു കേട്ടോ. പിന്നെ അങ്ങോട്ട് പോയി കിടക്കാന്ന് പറയുമ്പോൾ ഉറങ്ങുന്നില്ല കേട്ടോ. ഫോൺ ഞെക്കി ഇങ്ങനെ കുറച്ച് നേരം ഇരിക്കും. എനിക്ക് തോന്നുന്നു ഞാൻ എപ്പോഴും ഒരു 11:30 ആവാറാകുമ്പോഴാണ് കിടന്നുറങ്ങാറ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ശരി, ടാറ്റ, ഗുഡ് നൈറ്റ്.